ഹലോ സ്റ്റുഡൻസ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ എസ് ബ്ലോക്ക് എലമെൻസിനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഹൈഡ്രജൻ എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ ഫോക്കസ് ഏരിയ ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഇന്ന് എസ് ബ്ലോക്ക് എലമെൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ ഫോക്കസ് ഏരിയയിലാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് സ്ലൈഡ്സിലേക്ക് പോവാം. പീരിയോഡിക് ടേബിളിൻ്റെ ഏതാണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് ഇടതുവശത്തായിട്ട് വരുന്ന രണ്ട് ഗ്രൂപ്പ്സിനെയാണ് നമ്മൾ എസ് ബ്ലോക്ക് എലമെൻസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അതിൽ ഗ്രൂപ്പ് എയും ഗ്രൂപ്പ് 1ഉം ഗ്രൂപ്പ് 2 ആണുള്ളത്. അപ്പം ഇവരെ ഈ എസ് ബ്ലോക്ക് എലമെൻസിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ വാലൻസ് ഇലക്ട്രോൺസ്, ഏറ്റവും പുറമേ ഉള്ള ഇലക്ട്രോൺസ് എസ് ഓർബിറ്റലിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇവരെ എസ് ബ്ലോക്ക് എലമെൻസ് എന്നുള്ളൊരു കാറ്റഗറിയിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിൽ തന്നെ ഈ ഗ്രൂപ്പ് 1നെ ആൽക്കലി മെറ്റൽസ് എന്നാണ് വിളിക്കുക, ഗ്രൂപ്പ് 2നെ ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് എന്നാണ് വിളിക്കുക. അപ്പം ഇവരിങ്ങനെ വിളിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൽക്കലി മെറ്റൽസ് ഫോം ചെയ്യുന്ന ഹൈഡ്രോക്സൈഡ്സ് ഹൈലി ആൽക്കലൈൻ ആയിരിക്കും. ആൽക്കലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക് നേച്ചർ ആയിരിക്കും. സപ്പോസ് സോഡിയം എടുത്തു കഴിഞ്ഞാൽ സോഡിയം ഹൈഡ്രോക്സൈഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, വളരെ നോൺ ആയിട്ടുള്ളൊരു ബേസ് ആണ്. ഇവരുടെ എല്ലാ ഹൈഡ്രോക്സൈഡ്സും ഹൈലി ആൽക്കലൈൻ ഇൻ നേച്ചറാണ്. അതുകൊണ്ടാണ് ഇവർക്ക് ആൽക്കലി മെറ്റൽസ്, ആൽക്കലി ആയിട്ടുള്ള മെറ്റൽസ് എന്നുള്ള ഒരു പേര് വന്നത്. ഗ്രൂപ്പ് 2നെ എടുത്തു കഴിഞ്ഞാൽ ഗ്രൂപ്പ് 2നെ ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് എന്നാണ് വിളിക്കുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഓക്സൈഡ്സും ഹൈഡ്രോക്സൈഡ്സും ഈ പറഞ്ഞ പോലെ ആൽക്കലൈൻ നേച്ചറാണ്. അത് മാത്രമല്ല ഈ ഇവരുടെ മെറ്റൽ ഓക്സൈഡ് ജനറലി എർത്ത് ക്രസ്റ്റിലാണ് കാണപ്പെടുന്നത്. എർത്ത് ക്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എർത്തിൻ്റെ ഏറ്റവും പുറമേ ഉള്ള ഭാഗം, അതിനാണ് എർത്ത് ക്രസ്റ്റ് എന്ന് പറയുക. ഈ തരത്തിലുള്ള ഈ ഗ്രൂപ്പ് 2ലുള്ള മെറ്റൽസിൻ്റെ ഓക്സൈഡ്സ് ജനറലി എർത്ത് ക്രസ്റ്റിലാണ് കാണപ്പെടുന്നത്, നാച്ചുറലായിട്ട് കാണപ്പെടുന്നത്. അതുകൊണ്ടാണ് അവരെ ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് എന്ന് വിളിക്കുന്നത്. അപ്പം ഇവരുടെ പ്രോപ്പർട്ടീസ് എങ്ങനെയാണെന്ന് വെച്ചാൽ രണ്ടും സിൽവറി വൈറ്റ് കളറാണ്. സിൽവറി വൈറ്റ് കളറാണ് ആൽക്കലി മെറ്റൽസും ആൽക്കലൈൻ എർത്ത് മെറ്റൽസും. പക്ഷെ ആൽക്കലി മെറ്റൽസ് ജനറലി സോഫ്റ്റ് ആണ്. അപ്പം നിങ്ങൾ സോഡിയം കണ്ടിട്ടുണ്ടെങ്കിൽ അറിയുന്നുണ്ടാവും, സോഡിയം വളരെ സോഫ്റ്റ് ആണ്. സോഡിയം നമുക്ക് കത്തി വെച്ചൊക്കെ മുറിക്കാൻ പറ്റും. സോഡിയം വളരെ റിയാക്റ്റീവ് ആയിട്ടുള്ള ഒരു മെറ്റലാണ്. അപ്പം സാധാരണ അത് കെറോസിനില്, മണ്ണെണ്ണയിലാണ് സോഡിയം സ്റ്റോർ ചെയ്ത് വെക്കാറുള്ളത്. പക്ഷെ ഈ പുറത്തെടുത്ത് കത്തി കൊണ്ട് മുറിക്കുന്നത് നിങ്ങൾ ചിലപ്പം കണ്ടിട്ടുണ്ട്. അപ്പം അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റൽസ് ആണ് ജനറലി ആൽക്കലി മെറ്റൽസ്. പക്ഷേ ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് ജനറലി കുറച്ചുകൂടി ഹാർഡായിരിക്കും ആൽക്കലി മെറ്റൽസിനെക്കാളും. പിന്നെ ഇവരുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് ആൽക്കലി മെറ്റൽസിൻ്റെ NS1 ആണ്, NS1 ആണ് വരിക. ആൽക്കലൈൻ എർത്ത് മെറ്റൽസിൻ്റെ NS2 ആണ് വരിക. ഈ രീതിയിലാണ് ഇവരുടെ ജനറൽ കോൺഫിഗറേഷൻ. ഈ N എന്ന് പറയുന്നത് 2 മുതൽ 7 വരെ വേരി ചെയ്യും. ഓരോ മെറ്റൽസിനും 2 മുതൽ 7 വരെയാണ് ഈ N എന്ന് പറയുന്ന എന്നിൻ്റെ വേരിയേഷൻ വരുന്നത്. ഇതാണ് ഇവരുടെ കോൺഫിഗറേഷൻ. അതായത് ഞാൻ ജനറൽ കോൺഫിഗറേഷൻ ആണ് പറഞ്ഞത്, NS1 NS2 എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇവിടെ കാണാൻ പറ്റും നമുക്ക് ലിഥിയത്തിൻ്റെ 2s1 ആണ് വാലൻസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. സോഡിയത്തിൻ്റെ 3s1 ആണ്, പൊട്ടാഷ്യം 4s1, റുബീഡിയം 5s1, സീഷ്യം 6s1, ഫ്രാൻഷ്യം 7s1. നമുക്കിവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും എല്ലാത്തിനും S1 ആണ്. ആകെ ഈ ഫസ്റ്റ് എന്നിൻ്റെ നമ്പർ മാത്രമാണ് മാറുന്നത്. N 2 മുതൽ 7 വരെയാണ് മാറുന്നത്. അതുപോലെ ആൽക്കലൈൻ എർത്ത് മെറ്റൽസും അങ്ങനെ തന്നെയാണ്. 2s2, 3s2 അങ്ങനെ 7s2 വരെയാണ് മാറുന്നത്. 2 മുതൽ 7 വരെയാണ് N വാല്യൂ മാറുന്നത്. ഇനി പറയാനുള്ളത് ആൽക്കലി മെറ്റൽസിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടീസിനെ പറ്റിയിട്ടാണ്. കെമിക്കൽ പ്രോപ്പർട്ടീസ് കുറേ അധികം നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്, നമ്മൾ അതിലേക്കൊന്നും പോകുന്നില്ല. ജസ്റ്റ് ഫോക്കസ് ഏരിയയിൽ മാത്രമാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഫോക്കസ് ഏരിയയിൽ പറഞ്ഞിട്ടുള്ളത് ഒരു കെമിക്കൽ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് സൊല്യൂഷനിൽ ലിക്വിഡ് അമോണിയ ആണ്. ആൽക്കലി മെറ്റൽസ് ലിക്വിഡ് അമോണിയയിൽ സൊല്യൂഷൻ ഫോം ചെയ്യുമ്പം എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് ഈ ഒരു ഭാഗത്ത് പറയുന്നത്. നമുക്കറിയാം വാട്ടർ എങ്ങനെയാണ്, വാട്ടർ അയോണൈസ് ചെയ്തിട്ട് H2 അയോണൈസ് ചെയ്ത് കഴിഞ്ഞാൽ H+ഉം OH- ആയിട്ടാണ് മാറുക. അതുപോലെ NH3 അമോണിയ അയോണൈസ് ചെയ്ത് കഴിഞ്ഞാൽ H+ഉം ഒരു പ്രോട്ടോണും ബാക്കിയുള്ളത് NH2- എന്നുള്ള ആനിയോൺ ആയിട്ടാണ് നിൽക്കുക. അപ്പോൾ ഇവിടെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ H2 അയോണൈസ് ചെയ്ത് ഫോം ചെയ്യുന്ന പ്രോട്ടോൺ എക്സസ് ആയിരിക്കും. ഇത് ഒരുപാടുണ്ടാവും, കുറേ അധികം ഫോം ചെയ്യും. പക്ഷെ ഇയാൾ അത്രയും ഫോം ചെയ്യില്ല. അമോണിയ ഫോം ചെയ്യുന്ന പ്രോട്ടോൺ എന്ന് പറയുന്നത് വളരെ കുറവാണ്, ചെറിയ എമൗണ്ടിലാണ് സാധാരണയായിട്ട്
അമോണിയ പ്രോട്ടോൺ ഫോം ചെയ്യാം. അപ്പം ഇതിൻ്റെ ഒരു വ്യത്യാസം എവിടെയാണ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ മെറ്റൽ സാധാരണഗതിയിൽ വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ മെറ്റൽ അയോൺ ഫോം ചെയ്യും, അതുപോലെ ഹൈഡ്രജനും ഫോം ചെയ്യും. ഈ ഹൈഡ്രജൻ എവിടുന്നാണ് ഫോം ചെയ്യുന്നത് നിങ്ങൾ വിചാരിക്കുന്നുണ്ട്? മെറ്റൽ കാറ്റയോൺ ആണല്ലോ ഫോം ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒരു എക്സ്ട്രാ ഇലക്ട്രോൺ വരുന്നുണ്ട്. ഈ ഇലക്ട്രോൺ എന്ത് ചെയ്യും? ഈ ഇലക്ട്രോൺ H+ ആയിട്ട് കമ്പൈൻ ചെയ്യും. ഏത് H+? ഈ H+, വാട്ടർ അയോണൈസ് ചെയ്തിട്ട് വരുന്ന H+ആയിട്ട് കമ്പൈൻ ചെയ്തിട്ട് H ഉണ്ടാവും. H എന്താണ്? H ഡൈഹൈഡ്രജൻ ആയിട്ടേ നിൽക്കുള്ളൂ, ഒറ്റയ്ക്ക് നിൽക്കില്ല H. അപ്പം ഇങ്ങനെ ഫോം ചെയ്യുന്ന ഹൈഡ്രജൻസ്, 2 ഹൈഡ്രജൻസ് കമ്പൈൻ ചെയ്തിട്ടാണ് ഡൈഹൈഡ്രജൻ ഉണ്ടാകുന്നത്. ഈ മെറ്റൽ അമോണിയ ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ അവിടെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ മെറ്റൽ അയോൺ ഫോം ചെയ്യും, ഈ കാറ്റയോൺ ഫോം ചെയ്യും, അവിടെ ഒരു എക്സ്ട്രാ ഇലക്ട്രോണും വരും. പക്ഷെ എന്താണ്, ഈ ഇലക്ട്രോണിന് റിയാക്ട് ചെയ്യാൻ ഇതുപോലെ H+ ഇല്ല. H+ൻ്റെ എണ്ണം വളരെ കുറവാണ് അമോണിയയുടെ കേസിൽ. അപ്പം എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ മുന്നേ തെർമോഡൈനാമിക്സിലൊക്കെ സോൾവേഷൻ അല്ലെങ്കിൽ ഹൈഡ്രേഷനെ പറ്റി പഠിച്ചിട്ടുണ്ട്. അവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ അയോണിൻ്റെ ചുറ്റും ഈ സോൾവെൻറ്റ് മോളിക്യൂൾസ് അല്ലെങ്കിൽ ഏതാണ് ലിക്വിഡായിട്ട് എടുത്തിട്ടുള്ളത് അതിങ്ങനെ ചുറ്റും പോയി നിൽക്കും. അതിനെയാണ് ഹൈഡ്രേഷൻ എന്ന് പറയുക ജനറലി. വാട്ടർ ആണെങ്കിൽ, സോൾവെൻറ്റ് യൂസ് ചെയ്യുന്ന സോൾവെൻറ്റ് വാട്ടർ ആണെങ്കിൽ ആ വാട്ടർ മോളിക്യൂൾസ് ചുറ്റും ഇങ്ങനെ ഈ അയോൺസിൻ്റെ ചുറ്റും പോയി നിൽക്കും. അപ്പോൾ അതിനെ ഹൈഡ്രേഷൻ എന്ന് പറയും. അപ്പോൾ ഈ കേസിൽ വാട്ടർ അല്ല യൂസ് ചെയ്യുന്നത്, അമോണിയ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിനെ സോൾവേറ്റഡ് എന്നാണ് പറയുക. സോൾവേറ്റഡ് അല്ലെങ്കിൽ അമോണിയേറ്റഡ് എന്ന് പറയും. അപ്പോൾ ഇയാൾ അമോണിയേറ്റഡ് മെറ്റൽ അയോൺ ആണ്. അതുപോലെ ഈ ഫോം ചെയ്യുന്ന ഇലക്ട്രോൺ ഉണ്ടല്ലോ, ഈ ഇലക്ട്രോണിൻ്റെ ചുറ്റും അതുപോലെ ഇങ്ങനെ ഓരോ NH3 ഇങ്ങനെ എല്ലാ സൈഡിലും ഇങ്ങനെ പോയിട്ട് നിൽക്കും. അപ്പോൾ ഇതിനെ അമോണിയേറ്റഡ് ഇലക്ട്രോൺ എന്നാണ് പറയാം. ഓക്കെ, അപ്പം ഇവിടെ എന്താണ്, ഇവിടെ ഒരു ഫ്രീ ഇലക്ട്രോൺ ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഫ്രീ ആയിട്ട് ഒരു ഇലക്ട്രോൺ ഫോം ചെയ്യുന്നു. ഇതിന് റിയാക്ട് ചെയ്യാനോ ഇതിനെവിടെയും പോകാനൊന്നും സ്ഥലമില്ല. അപ്പോൾ ഫ്രീ ഇലക്ട്രോൺ ഫോം ചെയ്യുമ്പോൾ എന്താണ്, ഇലക്ട്രോൺസ് ആണ് കണ്ടക്ടിവിറ്റി. മെറ്റൽസിൽ ഫ്രീ ഇലക്ട്രോൺസ് ഉള്ളതുകൊണ്ടാണ് കണ്ടക്ഷൻ ഉണ്ടാകുന്നത്, ഇലക്ട്രിസിറ്റിയും ഹീറ്റൊക്കെ കണ്ടക്ട് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ എന്താണ്, ഇലക്ട്രോൺ ഒരു അൺപെയർഡ് ഇലക്ട്രോൺ ആണ്. ഇതിന് ആരുമായിട്ട് വേറെ ഇലക്ട്രോൺ ആയിട്ട് പെയർ ചെയ്യാനോ ഒന്നും പറ്റുന്നില്ല, അൺപെയർഡ് ഇലക്ട്രോൺ ആയിട്ട് നിൽക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇതിന് പാരാമാഗ്നറ്റിക് ബിഹേവിയർ ആണ് കാണിക്കുക. അപ്പോൾ ഒരു മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഒരു ചെറിയ അട്രാക്ഷൻ കാണിക്കും. അതിനെയാണ് പാരാമാഗ്നറ്റിക് എന്ന് പറയുക. പിന്നെ ഒരു കാര്യം, ഈ ഫ്രീ ഇലക്ട്രോൺ വരുമ്പോൾ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇലക്ട്രോണിന് എനർജി കിട്ടും. ഈ ഇലക്ട്രോൺ ഇപ്പം ഗ്രൗണ്ട് സ്റ്റേറ്റ് ആണെന്ന് വിചാരിക്കാം. ഇതിന് എനർജി കിട്ടിക്കഴിഞ്ഞാൽ ഇതെന്ത് ചെയ്യും, ഇത് എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് പോകും. പക്ഷെ എക്സൈറ്റഡ് സ്റ്റേറ്റിൽ അവിടെ നിൽക്കാൻ പറ്റുമോ? എക്സൈറ്റഡ് സ്റ്റേറ്റിൽ നിൽക്കാൻ പറ്റില്ല, അവിടെ എന്താണ്, അൺസ്റ്റേബിൾ ആണ്. അപ്പോൾ ഇയാൾ എന്ത് ചെയ്യും, ഇങ്ങനെ താഴേക്ക് വരും. താഴേക്ക് വരുമ്പം റേഡിയേറ്റ് ചെയ്യും, ലൈറ്റ് ഇമിറ്റ് ചെയ്യും. അതുകൊണ്ടാണ് ഇതിന് ബ്ലൂ കളർ വരുന്നത്. അതുകൊണ്ടാണ് ഈ ഫ്രീ ഇലക്ട്രോൺ ഉണ്ടായതുകൊണ്ടാണ് ഈ ഒരു സൊല്യൂഷൻ കണ്ടക്ടിവിറ്റിയും പാരാമാഗ്നറ്റിക് ബിഹേവിയറും അതുപോലെ ഈ ബ്ലൂ കളറും കാണിക്കുന്നത്. അപ്പം ഇത് നിങ്ങൾ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ള പ്രോപ്പർ ആയിട്ടുള്ള ഇക്വേഷൻ ആണ്, ഇതും കൂടി നോക്കുക. അപ്പോൾ ഇവിടെ എന്താണ്, സോൾവേറ്റഡ് അമോണിയേറ്റഡ് ഇലക്ട്രോണും ഉണ്ട്, അതുപോലെ ഈ മെറ്റൽ അയോൺ ഇവിടെയുള്ള അമോണിയ ആയിട്ട് കമ്പൈൻ ചെയ്തിട്ടൊരു കോംപ്ലക്സും ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ് ബ്ലൂ കളർ ഫോം ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പം ഇവിടെ മറ്റൊരു കാര്യം പറയാനുള്ളത് എന്താണ്, മെറ്റലും അമോണിയം റിയാക്ട് ചെയ്യുമ്പം മെറ്റൽ അയോണും ഇലക്ട്രോണും ഉണ്ടാവും എന്ന് പറഞ്ഞു. കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ ആണെങ്കിൽ ഒരുപാട് മെറ്റൽ നമ്മൾ അമോണിയയിലേക്ക് ആഡ് ചെയ്യുകയാണ്. അപ്പോൾ എന്താണ് സംഭവിക്കുക, ഒരുപാട് മെറ്റൽ അയോൺസും ഒരുപാട് ഇലക്ട്രോൺസും ഫോം ചെയ്യുകയാണ് ചെയ്യുക. ഓൾറെഡി ഇവിടെ ഒരു മെറ്റൽ അയോൺ ഉണ്ട്, ഓൾറെഡി ഒരു ഇലക്ട്രോണും ഉണ്ട്. ഇതിലേക്ക് എക്സ്ട്രാ മെറ്റൽ ആഡ് ചെയ്യുകയാണ്, കൂടുതലാവും. മെറ്റൽ ഇങ്ങനെ എക്സ്ട്രാ വരും. അതുപോലെ തന്നെ ഇലക്ട്രോൺസ് എന്ത് ചെയ്യും, ഇലക്ട്രോൺസും പെയർ ചെയ്യാൻ തുടങ്ങും. പെയർ ചെയ്തിട്ട് പെയർഡ് ഇലക്ട്രോൺസ് ഫോം ചെയ്യാൻ തുടങ്ങും. ഇങ്ങനെ പെയർഡ് ഇലക്ട്രോൺസ് ഫോം ചെയ്യുന്ന ആൾക്കാരെയാണ് നമ്മൾ എന്ത് പറയുക, ഡയാമാഗ്നറ്റിക് എന്ന് പറയാം. അപ്പോൾ എന്താ സംഭവിക്കുക, എക്സ്ട്രാ അമോണിയയിലേക്ക് എക്സ്ട്രാ മെറ്റൽ ആഡ് ചെയ്യുമ്പം കുറേ അധികം മെറ്റൽസും ഉണ്ടാവും, കുറേ അധികം ഇലക്ട്രോൺസും ഉണ്ടാവും. അപ്പോൾ മെറ്റൽസ് കമ്പൈൻ ചെയ്തിട്ട് M2 ഒക്കെ ഫോം ചെയ്യാൻ സാധ്യതയുണ്ട്. അതുപോലെ ഇലക്ട്രോൺസും കമ്പൈൻ ചെയ്യും. ഇലക്ട്രോൺസ് കമ്പൈൻ ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുക, ഡയാമാഗ്നറ്റിക് ബിഹേവിയർ കാണിക്കും. ഡയാമാഗ്നറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അപ്ലൈഡ് മാഗ്നറ്റിക് ഫീൽഡ്, ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് കൊടുത്തു കഴിഞ്ഞാൽ റിപ്പൽ ചെയ്യാണ് ചെയ്യുക ഈ മെറ്റീരിയൽ. ഓക്കെ, ഇന്നൊരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ ബ്ലൂ കളറായിരുന്നു, അൺപെയർഡ് ഇലക്ട്രോണിന് ബ്ലൂ കളറായിരുന്നു. അപ്പം ഇലക്ട്രോൺസ് പെയർ ചെയ്യാൻ തുടങ്ങുമ്പോഴേക്കും ആ ബ്ലൂ കളർ മാറി ഒരു ബ്രൗൺസ് കളർ വരികയാണ് ചെയ്യുക.
അപ്പം എക്സസ് ആയിട്ട് മെറ്റൽ ആഡ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിച്ചത്? ഇലക്ട്രോൺസ് പെയർ ചെയ്തത് കൊണ്ട് തന്നെ അത് ഡയാമാഗ്നറ്റിക് ബിഹേവിയർ കാണിക്കാൻ തുടങ്ങി. മാത്രമല്ല അതിനുണ്ടായിരുന്ന ബ്ലൂ കളർ മാറിയിട്ട് ഒരു ബ്രോൺസ് ഒരു ബ്രൗൺ കളറായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇത്രയാണ് എന്താണ് അമോണിയയിലുള്ള ആൽക്കലി മെറ്റൽസിന്റെ ബിഹേവിയർ എന്ന് പറയുന്നത്. ലിക്വിഡ് അമോണിയയിൽ മെറ്റൽ ആഡ് ചെയ്യുമ്പം ഇത്രയൊക്കെ കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. ഇനി പറയാനുള്ളത് അനോമലസ് പ്രോപ്പർട്ടീസ് ഓഫ് ലിഥിയം. അപ്പം നിങ്ങൾ ആദ്യം അടുത്ത സ്ലൈഡിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ലിഥിയം എന്ന് പറയുന്നത് എസ് ബ്ലോക്ക് എലമെന്റിന്റെ ഏറ്റവും മേലത്തെ ആളാണ്. 2 ഗ്രൂപ്പിൽ ഇപ്പം ഗ്രൂപ്പ് 1ഉം ഗ്രൂപ്പ് 2 ഉണ്ടെങ്കിൽ ഇതിൽ ഏറ്റവും മേലെ ആയിട്ടാണ് ലിഥിയം വരുന്നത്. ഇപ്പം നിങ്ങൾ വേറൊരു കാര്യം കൂടി ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഇതിന്റെ മേലെ ആയിട്ടൊരു ഹൈഡ്രജനും ഉണ്ട് ഈ ലിഥിയത്തിന്റെ മേലെ. ഈ ഹൈഡ്രജനെ പക്ഷേ നമ്മൾ എസ് ബ്ലോക്ക് ആയിട്ട് കൂട്ടില്ല. കാരണം എന്താ വെച്ചാൽ ഹൈഡ്രജൻ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ടാണ് ഹൈഡ്രജന് വേറെ തന്നെ ഒരു ചാപ്റ്റർ വരെ കൊടുത്തത്. അപ്പം ഹൈഡ്രജന് എസ് ബ്ലോക്ക് ആയിട്ട് കൺസിഡർ ചെയ്യാറില്ല. ഈ എസ് ബ്ലോക്കിന്റെ തൊട്ട് മേലെയാണ് വരുന്നതെങ്കിൽ പോലും ഹൈഡ്രജനെ ജനറലി നമ്മൾ എസ് ബ്ലോക്ക് ആയിട്ട് കൺസിഡർ ചെയ്യില്ല. ലിഥിയം മുതലാണ് നമ്മൾ എസ് ബ്ലോക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ട് പറയുന്നത്. ഈ ലിഥിയത്തിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ലിഥിയം ഹാസ് എക്സെപ്ഷണലി സ്മോൾ സൈസ്. വളരെ ചെറിയൊരു സൈസാണ് ലിഥിയത്തിനുള്ളത്. മാത്രമല്ല അതിന് ഹൈ പോളറൈസിങ് പവറും ഉണ്ട്. പോളറൈസിങ് പവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാറ്റയോണിനെ പോളറൈസ് ചെയ്യാനുള്ള ഒരു ആനയോണിനെ പോളറൈസ് ചെയ്യാനുള്ള കഴിവിനെയാണ് പോളറൈസിങ് പവർ എന്ന് പറയുന്നത്. ഈ ഒരു 2 പ്രോപ്പർട്ടീസ്, എക്സ്ട്രീംലി സ്മോൾ സൈസും പോളറൈസിങ് പവറും കാരണം ലിഥിയം അനോമലസ് ബിഹേവിയർ കാണിക്കും. അനോമലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നോർമൽ ആയിട്ടുള്ള ബിഹേവിയറിന് ഡിഫറെൻ്റ് ആയിട്ടുള്ള ബിഹേവിയർ കാണിക്കും. അതിനാണ് നമ്മൾ അനോമലസ് ബിഹേവിയർ എന്ന് പറയുന്നത്. അപ്പം എന്തൊക്കെയാണ് ലിഥിയത്തിന്റെ അനോമലസ് ബിഹേവിയർ എന്ന് നോക്കാം. ലിഥിയം ഈസ് മച്ച് ഹാർഡർ ആൻഡ് ഹാസ് ഹയർ മെൽറ്റിംഗ് പോയിന്റ് ആൻഡ് ബോയിലിംഗ് പോയിന്റ് ദാൻ അതർ ആൽക്കലി മെറ്റൽസ്. ലിഥിയം എന്താണ് മറ്റ് ആൽക്കലി മെറ്റൽസിനെ കമ്പയർ ചെയ്യുമ്പം കൂടുതൽ ഹാർഡും മാത്രമല്ല അതിന്റെ മെൽറ്റിംഗ് പോയിന്റും വളരെ കൂടുതലാണ്. ലിഥിയം ഈസ് ലീസ്റ്റ് റിയാക്റ്റീവ് ബട്ട് ദ സ്ട്രോങ്ങസ്റ്റ് റെഡ്യൂസിങ് ഏജന്റ് എമംഗ് ഓൾ ദ ആൽക്കലി മെറ്റൽസ്. ലിഥിയമാണ് കൂട്ടത്തിൽ ഏറ്റവും ലെസ് റിയാക്റ്റീവ് ആയിട്ടുള്ളത്. ഏറ്റവും റിയാക്ടിവിറ്റി കുറഞ്ഞ എലമെന്റ് ലിഥിയമാണ്. പക്ഷെ എന്താണ് അത് ഒരു സ്ട്രോങ്ങസ്റ്റ് റെഡ്യൂസിങ് ഏജന്റ് ആണ്. പിന്നെ ഇറ്റ് ഫോംസ് ഓൺലി മോണോക്സൈഡ് വിത്ത് ഓക്സിജൻ. ഓക്സിജന്റെ കൂടെ ഇയാൾ മോണോക്സൈഡ് മാത്രമേ ഫോം ചെയ്യുള്ളൂ. അതായത് ലിഥിയം O ഈ രീതിയിൽ മാത്രമേ ഫോം ചെയ്യുള്ളൂ. കൂടുതൽ ഓക്സിജനൊന്നും ലിഥിയം ആക്സെപ്റ്റ് ചെയ്യില്ല. പിന്നെന്താണ് ലിഥിയം ഇറ്റ്സ് ഡെലിക്വിസൻറ്റ് ആൻഡ് ക്രിസ്റ്റലൈസസ് ആസ് എ ഹൈഡ്രേറ്റ് ബട്ട് അതർ ആൽക്കലി മെറ്റൽ ക്ലോറൈഡ്സ് ഡു നോട്ട് ഫോം ഹൈഡ്രേറ്റ്സ്. ലിഥിയം ക്ലോറൈഡ് ഡെലിക്വിസൻ്റ് ആണ്. ഡെലിക്വിസൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിക്വിഡ് ആവാനുള്ള ടെൻഡൻസിനെയാണ് ഡെലിക്വിസൻ എന്ന് പറയും. ലിഥിയം ക്ലോറൈഡിന് ജനറലി ലിക്വിഡിനോട് ഭയങ്കര അറ്റാച്ച്മെന്റ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഹൈഡ്രേറ്റ് ആയിട്ടാണ് ഫോം ചെയ്യുക. ലിഥിയം ക്ലോറൈഡ് ബൈഹൈഡ്രേറ്റ് ആണ് ഫോം ചെയ്യുക. LiCl2H2 2 ഹൈഡ്രജന്റെ കൂടെയാണ് ജനറലി ലിഥിയം ക്ലോറൈഡ് എക്സിസ്റ്റ് ചെയ്യുക. പക്ഷെ മറ്റ് ആൽക്കലി മെറ്റൽ ക്ലോറൈഡ്സ് ഇങ്ങനെ ഹൈഡ്രേറ്റ്സ് ഫോം ചെയ്യില്ല. അവർ എൻഹൈഡ്രസ് ഫോമിലാണ് ജനറലി എക്സിസ്റ്റ് ചെയ്യുക. പിന്നെ വരുന്നത് ലിഥിയം ബൈകാർബണേറ്റ് ആണ്. ലിഥിയം ബൈകാർബണേറ്റ് ഈസ് സ്റ്റേബിൾ ഓൺലി ഇൻ സൊല്യൂഷൻ. ലിഥിയം ബൈകാർബണേറ്റ് സൊല്യൂഷൻസിൽ മാത്രമേ സ്റ്റേബിൾ ആയിട്ട് നിൽക്കുള്ളൂ. പക്ഷേ ഈ സോഡിയം ബൈകാർബണേറ്റ് നമുക്കറിയാം വളരെ കോമൺ ആയിട്ട് നമ്മുടെ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. അതിനങ്ങനെ സ്റ്റേബിലിറ്റിയുടെ പ്രശ്നമൊന്നുമില്ല. പക്ഷെ ലിഥിയം ബൈകാർബണേറ്റ് എന്താണ് സൊല്യൂഷൻസിൽ മാത്രമേ സ്റ്റേബിൾ ആയിട്ട് നിൽക്കുള്ളൂ. പിന്നെ ലിഥിയം നൈട്രേറ്റ് ഓൺ ഹീറ്റിംഗ് ഗിവ്സ് ലിഥിയം ഓക്സൈഡ് വൈൽ അതർ ആൽക്കലി മെറ്റൽ നൈട്രേറ്റ് ഡീകമ്പോസസ് ടു ഫോം നൈട്രേറ്റ്സ്. ലിഥിയം നൈട്രേറ്റ് ആണെങ്കിൽ ലിഥിയം നൈട്രേറ്റ് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലിഥിയം ഓക്സൈഡ് ആണ് ഫോം ചെയ്യുക. പക്ഷെ മറ്റ് നൈട്രേറ്റ്സ് സോഡിയം നൈട്രേറ്റ്സ് പോലെയുള്ള മറ്റ് നൈട്രേറ്റ്സ് നൈട്രൈറ്റ് ഫോമിലേക്കാണ് മാറുക. NO2നെയാണ് നൈട്രൈറ്റ് എന്ന് പറയാം. NO3 ആണെങ്കിൽ നൈട്രേറ്റ് എന്ന് പറയും. അപ്പം മറ്റ് ആൽക്കലി മെറ്റൽസിന്റെ നൈട്രേറ്റ്സ് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നൈട്രൈറ്റ് ആയിട്ടാണ് മാറാം. പക്ഷെ ലിഥിയം നൈട്രേറ്റ് മാത്രം ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലിഥിയം ഓക്സൈഡ് ആയിട്ടാണ് മാറുക. ലിഥിയം fluoride and lithium oxides are comparatively much less soluble in water than the
കറസ്പോണ്ടിങ് കോമ്പൗണ്ട്സ് ഓഫ് അതർ ആൽക്കലി മെറ്റൽസ്. ഇവിടെ എന്താ പറയുന്നത് വെച്ചാൽ ലിഥിയം ഫ്ലൂറൈഡും ലിഥിയം ഓക്സൈഡ്സും വാട്ടറിൽ ലെസ് സോലിബിൾ ആണ്. വാട്ടറിൽ അതിൻ്റെ സോലിബിലിറ്റി വളരെ കുറവാണ് മറ്റ് അതിൻ്റെ കറസ്പോണ്ടിങ് ആൽക്കലി മെറ്റൽസിനെ കമ്പയർ ചെയ്യുമ്പോൾ. ഇത്രയാണ് ലിഥിയത്തിൻ്റെ അനോമലസ് ബിഹേവിയർ എന്ന് പറയുന്നത്. അനോമലസ് അല്ലെങ്കിൽ എക്സെപ്ഷണൽ ബിഹേവിയർ എന്ന് പറയുന്നത് ഇത്രയും കാര്യങ്ങളാണ്. ഇത്രയും രീതിയിലാണ് ലിഥിയം മറ്റ് ആൽക്കലി മെറ്റൽസുമായിട്ട് ഡീവിയേറ്റ് ചെയ്യുന്നത്. അപ്പം ആൽക്കലി മെറ്റൽസിലെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളാണ് സോഡിയം. സോഡിയത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സോഡിയം ഒരുപാട് കോമ്പൗണ്ട്സ് ഫോം ചെയ്യും. അതിൽ പലതും നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ സോഡിയം ക്ലോറൈഡ് എന്താണ്? ഉപ്പാണ്, ടേബിൾ സോൾട്ട് ഉണ്ട്, അതുപോലെ വാഷിംഗ് സോഡ, ബേക്കിംഗ് സോഡ, അങ്ങനെ പല തരത്തിലുള്ള നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ഉപയോഗിക്കുന്ന പല കോമ്പൗണ്ട്സിലും സോഡിയം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഫോക്കസ് പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കി കഴിയുമ്പോൾ സോഡിയം കാർബണേറ്റും സോഡിയം ബൈകാർബണേറ്റും മാത്രമേ നമ്മൾ സോഡിയത്തിൻ്റെ കോമ്പൗണ്ട്സ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം സോഡിയം കാർബണേറ്റ് നോക്കാം. സോഡിയം കാർബണേറ്റ് എന്നാണ് അതിൻ്റെ കോമൺ നെയിം. വാഷിംഗ് സോഡയാണ്. അതിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് Na2CO3 10H2O. ഡെക്കാ ഹൈഡ്രേറ്റ് ആയിട്ടാണ് സോഡിയം കാർബണേറ്റ് എക്സിസ്റ്റ് ചെയ്യുക. അപ്പം സോഡിയം കാർബണേറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് സോൾവേറ്റ് പ്രോസസ്സ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് വഴിയാണ് പ്രിപ്പറേഷൻ വരുന്നത്. അപ്പോൾ ഈ പ്രോസസ്സിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അമോണിയ NaCl യൂസ് ചെയ്തിട്ട് സാച്ചുറേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എക്സസ് ആയിട്ട് സോഡിയം ക്ലോറൈഡ് ആഡ് ചെയ്യും. എത്രത്തോളം പറ്റുമോ അത്രയും ആഡ് ചെയ്തിട്ട് സാച്ചുറേറ്റ് ചെയ്യും അമോണിയ. എന്നിട്ട് എന്ത് ചെയ്യും? ആ സൊല്യൂഷനിലേക്ക് CO2 ഗ്യാസ് പാസ് ചെയ്യുകയാണ് ചെയ്യുക. അപ്പം അതിൻ്റെ റിയാക്ഷൻസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പം ഈ റിയാക്ഷനിൽ ഈ സൊല്യൂഷനിലുള്ള അമോണിയ ആദ്യം വാട്ടറും കാർബൺ ഡൈ ഓക്സൈഡായിട്ട് റിയാക്ട് ചെയ്തിട്ട് എന്ത് ഫോം ചെയ്യും? അമോണിയം കാർബണേറ്റ് ഫോം ചെയ്യും. എന്നിട്ട് ഈ അമോണിയം കാർബണേറ്റ് വീണ്ടും വാട്ടറും കാർബൺ ഡൈ ഓക്സൈഡായിട്ട് റിയാക്ട് ചെയ്തിട്ട് അമോണിയം ബൈകാർബണേറ്റ് ഉണ്ടാവും. ശ്രദ്ധിക്കുക, ഇവിടെ ഇത് അമോണിയം കാർബണേറ്റ് ആണ്. ഇപ്പുറത്തേക്ക് മാറുമ്പോൾ അമോണിയം ഹൈഡ്രജൻ കാർബണേറ്റ് അഥവാ അമോണിയം ബൈകാർബണേറ്റ് ആയിട്ടാണ് മാറുന്നത്. ഈ ബൈകാർബണേറ്റ് പിന്നെ ആ സൊല്യൂഷനിലുള്ള NaCl റിയാക്ട് ചെയ്തിട്ട് അമോണിയം ക്ലോറൈഡും സോഡിയം ബൈകാർബണേറ്റും ഉണ്ടാവും. ബൈകാർബണേറ്റ് ആണ് ഇവിടെ ഫോം ചെയ്യുന്നത്. എന്നിട്ട് ഈ ബൈകാർബണേറ്റിനെ പിന്നെ എടുത്ത് ഹീറ്റ് ചെയ്തിട്ടാണ് സോഡിയം കാർബണേറ്റ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഈ രീതിയിലാണ് സോൾവേറ്റ് പ്രോസസ്സിലൂടെ സോഡിയം കാർബണേറ്റ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു NH4Cl ഫോം ചെയ്തിട്ടുണ്ടല്ലോ, അമോണിയം ക്ലോറൈഡ്. ഈ അമോണിയം ക്ലോറൈഡിനെ കാൽഷ്യം ഹൈഡ്രോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അമോണിയ റീകവർ ചെയ്യാൻ പറ്റും. ഈ അമോണിയ നമുക്ക് വീണ്ടും റിയാക്ഷനിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പം ഈ സോൾവേറ്റ് പ്രോസസ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് സോഡിയം കാർബണേറ്റും ഉണ്ടാക്കാൻ വേണ്ടി മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. പൊട്ടാഷ്യം കാർബണേറ്റോ പൊട്ടാഷ്യം ബൈകാർബണേറ്റോ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ പറ്റില്ല. അതിൻ്റെ ഒരു റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊട്ടാഷ്യത്തിൻ്റെ കാർബണേറ്റും ബൈകാർബണേറ്റും വാട്ടറിൽ സോലിബിൾ ആണ്. അപ്പോൾ ഇത് ഫോം ചെയ്യുന്നതിനനുസരിച്ച് വെള്ളത്തിൽ സോലിബിൾ ആവും, പ്രസിപ്പിറ്റേറ്റ് ചെയ്താലേ നമുക്ക് വേർതിരിച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പം പൊട്ടാഷ്യത്തിൻ്റെ കാർബണേറ്റും ബൈകാർബണേറ്റും വെള്ളത്തിൽ സോലിബിൾ ആയതുകൊണ്ട് തന്നെ അതിനെ വേർതിരിച്ചെടുക്കാൻ പറ്റില്ല. പക്ഷെ സോഡിയത്തിൻ്റെ കേസിലാണെങ്കിൽ സോലിബിൾ അല്ലാത്തതുകൊണ്ട് തന്നെ പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എളുപ്പത്തിൽ വേർതിരിച്ചെടുക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഈ പ്രോസസ്സ് സോഡിയത്തിൻ്റെ കേസിൽ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ, പൊട്ടാഷ്യത്തിൻ്റെ കേസിൽ ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ സോഡിയം കാർബണേറ്റിന് മറ്റ് പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിൽ ആദ്യത്തത് എക്സിസ്റ്റ് ആസ് വൈറ്റ് ക്രിസ്റ്റലൈൻ സോളിഡായിട്ടാണ് സോഡിയം കാർബണേറ്റ് കാണപ്പെടുക. അതും ഡെക്കാഹൈഡ്രേറ്റ് ഫോമിലാണ്. ഞാൻ മേലെ ഇക്വേഷൻ കാണിച്ചിരുന്നു. അതിൽ Na2CO3 10H2O എന്നുള്ള ഫോമിലാണ് സോഡിയം കാർബണേറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് റെഡിലി സോലിബിൾ ഇൻ വാട്ടർ, വെള്ളത്തിൽ സോലിബിൾ ആണ്. അപ്പം ഞാൻ ഇവിടെ പറഞ്ഞു പൊട്ടാഷ്യം ബൈകാർബണേറ്റും സോ മച്ച് സോലിബിൾ എന്ന് പറഞ്ഞു. ഇപ്പം ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സോഡിയം കാർബണേറ്റും സോഡിയം ബൈകാർബണേറ്റും വെള്ളത്തിൽ സോലിബിൾ ആണ്. നമ്മൾ കലക്കി കഴിഞ്ഞാൽ ഇപ്പം വെള്ളത്തിൽ ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ സോലിബിൾ ആവും. പക്ഷെ എന്താണ്, ഇതുപോലെ റിയാക്ഷൻ നടക്കുമ്പോൾ നമുക്ക് പ്രസിപ്പിറ്റേറ്റ് ചെയ്ത് എടുക്കാൻ എളുപ്പമുണ്ട്. പക്ഷേ ഈ പൊട്ടാഷ്യത്തിൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ പൊട്ടാഷ്യം ഫോം ചെയ്യുന്ന കോമ്പൗണ്ട്സ് റെഡിലി സോലിബിൾ ആണ്. സോ മച്ച് സോലിബിൾ ഇൻ ദ സെൻസ് ഫോം ചെയ്യുന്ന ഉടനെ സോലിബിൾ ആവും. അതുകൊണ്ട് തന്നെ നമുക്ക് വേർതിരിച്ചെടുക്കാൻ പറ്റില്ല. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. സോഡിയത്തിൻ്റെ കാർബണേറ്റും ബൈകാർബണേറ്റും ഇൻസോലിബിൾ അല്ല, പക്ഷെ പൊട്ടാഷ്യത്തിനെ കമ്പയർ ചെയ്യുമ്പം അത്രയും സോലിബിൾ അല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് വേർതിരിച്ചെടുക്കാൻ പറ്റും. പക്ഷെ നമ്മൾ വെള്ളത്തിൽ ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ സോഡിയം കാർബണേറ്റ് വെള്ളത്തിൽ സോലിബിൾ ആവും. അതുപോലെ ഇവിടെ ഡെക്കാഹൈഡ്രേറ്റ് ആണ് ഫോം ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മോണോഹൈഡ്രേറ്റ് ഫോമിലേക്ക് മാറുകയും ചെയ്യും.
അപ്പം അതിൻ്റെ റിയാക്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോഡിയം കാർബണേറ്റ് ഡെക്കാഹൈഡ്രേറ്റ് ഹീറ്റ് ചെയ്യുമ്പം സോഡിയം കാർബണേറ്റ് മോണോഹൈഡ്രേറ്റ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. 9H2O എക്സ്പെൽ ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കൂടുതൽ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, പിന്നെയും കൂടുതലായിട്ട് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ ഉള്ള H2O കൂടി പോയിട്ട് എൻഹൈഡ്രസ് ഫോമിലേക്ക് മാറും. എൻഹൈഡ്രസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വാട്ടറും അറ്റാച്ച് ചെയ്തിട്ടില്ല, അങ്ങനെയുള്ള ഫോമിനെയാണ് എൻഹൈഡ്രസ് ഫോം എന്ന് പറയാം. അപ്പം ഈ ഒരു ഫോമിനെ എൻഹൈഡ്രസ് സോഡിയം കാർബണേറ്റിനെ സോഡ ആഷ് എന്നും കൂടി നമ്മൾ വിളിക്കും. അപ്പോൾ സോഡ ആഷിൻ്റെ ഒരു യൂസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ വാട്ടർ സോഫ്റ്റനിങ്, ലോണ്ടറിങ് ആൻഡ് ക്ലീനിങ്. അതുകൊണ്ടാണ് അതിനെ വാഷിംഗ് സോഡ എന്ന് കൂടി വിളിക്കുന്നത്. അപ്പം ഹൈഡ്രജൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ വരുന്ന ഒരു കാര്യമാണ് പെർമനന്റ് ഹാർഡ്നെസ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് വാഷിംഗ് സോഡ ഉപയോഗിക്കുന്നുണ്ട്. ഹാർഡ്നെസ് എന്താണെന്ന് നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നുണ്ട്. അപ്പം എന്താണ്, അലക്കുന്ന സമയത്തൊക്കെ സോപ്പ് പതയാത്തൊരവസ്ഥ വരുമ്പോഴാണ് നമ്മൾ വാട്ടർ ഹാർഡാണെന്ന് പറയാം. വാഷിംഗ് സോഡ ആഡ് ചെയ്യുന്നതിലൂടെ നമുക്ക് അതിൻ്റെ ഹാർഡ്നെസ് കുറച്ചിട്ട് സോഫ്റ്റ് ആക്കി മാറ്റാൻ പറ്റും. അതുപോലെ തന്നെ ഈ സോഡിയം കാർബണേറ്റ് ഗ്ലാസിൻ്റെയും സോപ്സിൻ്റെയും ബൊറാക്സിൻ്റെയും കോസ്റ്റിക് സോഡയുടെ ഒക്കെ മാനുഫാക്ചറിങ്ങിന് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ പേപ്പർ, പെയിൻറ്റ്സ്, ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രീസിലും ഉപയോഗിക്കുന്നുണ്ട്. മാത്രമല്ല ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലബോറട്ടറി ഏജൻറ്റുമാണ്. നമ്മൾ ലാബ്സിലൊക്കെ കെമിക്കൽ അനാലിസിസിനും സോഡിയം കാർബണേറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് സോഡിയം കാർബണേറ്റ് അല്ലെങ്കിൽ വാഷിംഗ് സോഡയെ പറ്റി പറയാനുള്ളത്. അടുത്തത് വരുന്നത് സോഡിയം ബൈകാർബണേറ്റ് ആണ്. അതെന്താണ്? അത് ബേക്കിംഗ് സോഡയാണ്. സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റ് അഥവാ സോഡിയം ബൈകാർബണേറ്റ്, അത് ബേക്കിംഗ് സോഡയാണ്. ഇതിനിങ്ങനെ ഒരു പേര് വരാൻ എന്താണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ഡീകമ്പോസ് ചെയ്തിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ഫോം ചെയ്യും. അപ്പം ഈ കേക്കൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് കേക്കിൻ്റെ മാവിൽ നമ്മൾ സോഡിയം ബൈകാർബണേറ്റ് ആഡ് ചെയ്തിട്ട് അത് കുക്ക് ചെയ്യുന്ന സമയത്ത് ഹീറ്റ് ചെയ്യുമല്ലോ. ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ഈ സോഡിയം കാർബണേറ്റ് എന്തായിട്ട് മാറും? ഇത് റിയാക്ട് ചെയ്തിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ഫോം ചെയ്യും. കാർബൺ ഡൈ ഓക്സൈഡ് ഈ മാവിന് കുക്ക് ചെയ്യുന്ന സമയത്ത് കേക്കിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരും. അപ്പം ഈ കേക്കിന് ചെറിയ ചെറിയ ഹോൾസ് ഉണ്ടാവും. അപ്പം എന്താണ്, ഈ ചെറിയ ചെറിയ ഹോൾസ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഈ കാണുന്ന പോലെ കേക്ക് സോഫ്റ്റും ഫ്ലഫി ആയിട്ടിരിക്കുന്നത്. അങ്ങനെ ഫ്ലഫി ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജനറലി സോഡിയം ബൈകാർബണേറ്റ് അഥവാ അപ്പക്കാരം കേക്ക്സിൽ ആഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതിന് ബേക്കിംഗ് സോഡ എന്ന് പേര് വന്നത്. ഇതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സോഡിയം കാർബണേറ്റ് H2O കാർബൺ ഡൈ ഓക്സൈഡായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് സോഡിയം ബൈകാർബണേറ്റ് കിട്ടും. ഇതും ഒരു വൈറ്റ് ക്രിസ്റ്റലൈൻ പൗഡർ ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുക. പക്ഷേ സോഡിയം കാർബണേറ്റിനെ കമ്പയർ ചെയ്യുമ്പം ഇത് ലെസ് സോലിബിൾ ആണ്. മാത്രമല്ല ഇത് ഒരു മൈൽഡ് ആൻറ്റിസെപ്റ്റിക് ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. പിന്നെ ഫയർ എക്സ്റ്റിങ്ക്വിഷേഴ്സിലും സോഡിയം ബൈകാർബണേറ്റ് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ കേക്ക്സിൻ്റെ ഒക്കെ പ്രിപ്പറേഷനിലും ഉപയോഗിക്കാറുണ്ട്. അടുത്തതായിട്ട് പറയാനുള്ളത് കാൽഷ്യത്തിൻ്റെ കോമ്പൗണ്ട്സിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ ഇതേ നേരം സോഡിയത്തിൻ്റെ കോമ്പൗണ്ട്സ് ഏതൊക്കെയാണെന്ന് പറഞ്ഞു. ഇനി നമ്മൾ കാൽഷ്യത്തിലേക്കാണ് പോകുന്നത്. സോഡിയത്തിൻ്റെ പറഞ്ഞ പോലെ തന്നെ കാൽഷ്യത്തിനും കാൽഷ്യം ഒരുപാട് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരുപാട് കോമ്പൗണ്ട്സ് കാൽഷ്യം ഫോം ചെയ്യുന്നുണ്ട്. അതിൽ ആദ്യത്തെ ഒന്നാണ് കാൽഷ്യം ഓക്സൈഡ്, CaO അഥവാ ക്വിക്ക് ലൈം എന്നാണ് കോമൺ ആയിട്ട് കാൽഷ്യം ഓക്സൈഡ് അറിയപ്പെടുന്നത്. അത് ഒരു അമോർഫസ് വൈറ്റ് സോളിഡ് ആയിട്ടാണ്, ഈ രീതിയിലാണ് കാൽഷ്യം ഓക്സൈഡ് കാണപ്പെടുന്നത്. സാധാരണ കാൽഷ്യം ഓക്സൈഡ് പ്രിപ്പയർ ചെയ്യുന്നത് കാൽഷ്യം കാർബണേറ്റിനെ ഹീറ്റ് ചെയ്തിട്ടാണ്. കാൽഷ്യം കാർബണേറ്റ് CaCO3 1000 കെൽവിനിന് മേലെ ഹീറ്റ് ചെയ്തിട്ടാണ് ഹീറ്റ് ചെയ്യുന്ന സമയത്ത് കാൽഷ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡും ജനറേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. Carbon dioxide is removed as soon as it is produced to enable the reaction to proceed to completion. അതായത് റിയാക്ഷൻ നടക്കുന്നതിനനുസരിച്ച് കാർബൺ ഡൈ ഓക്സൈഡിനെ റിമൂവ് ചെയ്തുകൊണ്ടിരിക്കും. അതുവഴി റിയാക്ഷൻ കൂടുതലായിട്ട് നടക്കുകയാണ് ചെയ്യുക. അടുത്തത് കാൽഷ്യം ഓക്സൈഡിൻ്റെ പ്രോപ്പർട്ടീസ് ആണ്. ഈ കാൽഷ്യം ഓക്സൈഡ് എയറുമായിട്ട് റിയാക്ട് ചെയ്യുമ്പം അത് വീണ്ടും കാൽഷ്യം കാർബണേറ്റ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല ദി അഡീഷൻ ഓഫ് ലിമിറ്റഡ് എമൗണ്ട് ഓഫ് വാട്ടർ ബ്രേക്സ് ദ ബിഗ് പീസസ് ഓഫ് ലൈം. ദിസ് പ്രോസസ് ഇസ് കോൾഡ് സ്ലേക്കിംഗ് ഓഫ് ലൈം. അതായത് കാൽഷ്യം ഓക്സൈഡ് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ വലിയ ലംസ് ആയിട്ട് കട്ടയായിട്ടാണ് കാൽഷ്യം ഓക്സൈഡ് ഇരിക്കുക. അപ്പം വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് ഈ വലിയ വലിയ പീസസ് ബ്രേക്ക് ചെയ്തിട്ട് ചെറിയ പീസസ് ആയിട്ട് മാറുകയാണ് ചെയ്യുക. ആ പ്രോസസ്സിനെയാണ് നമ്മൾ സ്ലേക്കിംഗ് ഓഫ് ലൈം എന്ന് പറയുക. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പം കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ഉണ്ടാവും. ഈ കാൽഷ്യം ഹൈഡ്രോക്സൈഡിന് ജനറലി സ്ലേക്കഡ് ലൈം എന്ന് വിളിക്കാറുണ്ട്. അതിനെ പറ്റിയിട്ട് കൂടുതലായിട്ട് വരുന്ന സ്ലൈഡ്സിൽ കാണാൻ പറ്റും. ദ പ്രൊഡക്റ്റ് ഒബ്റ്റെയിൻഡ് ഈസ് കോൾഡ് സ്ലേക്കഡ് ലൈം എന്നാണ് കാൽഷ്യം ഹൈഡ്രോക്സൈഡിനെ വിളിക്കുന്നത്. ക്വിക്ക് ലൈംസ് സ്ലേക്കഡ് വിത്ത് സോഡ ഗിവ്സ് സോളിഡ് സോഡ ലൈം.
അതായത് സോഡ കൊണ്ട് ഉദ്ദേശിക്കുന്നത് NaOH ആണ്. NaOH ആയിട്ട് റിയാക്ട് ചെയ്ത് കഴിയുന്ന സമയത്ത് സോഡ ലൈമാണ് ഫോം ചെയ്യുന്നത്. NaOH CaOM ഫോം ചെയ്യും. ഈ ഒരു കോമ്പിനേഷനെയാണ് സോഡ ലൈം എന്ന് വിളിക്കുന്നത്. അതുപോലെ കാൽഷ്യം ഓക്സൈഡ് എന്നാണല്ലോ പറഞ്ഞത്. ഓക്സൈഡ് എന്ന് പറയുമ്പോൾ ഓക്സൈഡ് ഫോമിലാണ്, ഓയുമായിട്ട് കമ്പൈൻ ചെയ്തുകൊണ്ടാണ് ഓക്സൈഡ് എന്ന് വിളിക്കുന്നത്. അതിന് ബേസിക് നേച്ചറാണ്, ബേസിക് ആയിട്ടുള്ള ഒരു നേച്ചറാണ് കാൽഷ്യം ഓക്സൈഡിനുള്ളത്. അത് അസിഡിക് ആയിട്ടുള്ള ഓക്സൈഡ്സുമായിട്ട് കമ്പൈൻ ചെയ്യും, ഹൈ ടെമ്പറേച്ചറിൽ കമ്പൈൻ ചെയ്യുമെന്നാണ് പറയുന്നത്. ഇവിടെ ഒരു റിയാക്ഷൻ നോക്കുക, കാൽഷ്യം ഓക്സൈഡ് സിലിക്കൺ ഓക്സൈഡുമായിട്ട് കമ്പൈൻ ചെയ്യാണ്. കാൽഷ്യം ഓക്സൈഡ് എന്താണ്? കാൽഷ്യം ഓക്സൈഡ് ബേസിക് ആണ്, സിലിക്കൺ ഓക്സൈഡ് ആസിഡിക് ആണ്. അപ്പോൾ ഇത് രണ്ടുപേരും കമ്പൈൻ ചെയ്തിട്ട് ഈ ഒരു ഫോമിലേക്ക് മാറുമെന്നാണ് പറയുന്നത്. കാൽഷ്യം സിലിക്കൺ ഓക്സൈഡായിട്ട് മാറുമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ കാൽഷ്യം ഓക്സൈഡ് ഫോസ്ഫറസിന്റെ ഓക്സൈഡുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പോഴും ഇതുപോലൊരു വലിയ കോംപ്ലക്സ് ഫോം ചെയ്യുന്നതാണ് പറയപ്പെടുന്നത്. അടുത്തത് കാൽഷ്യം ഓക്സൈഡിന്റെ യൂസസ് ആണ്. ഇറ്റ്സ് എൻ ഇമ്പോർട്ടൻറ്റ് പ്രൈമറി മെറ്റീരിയൽ ഫോർ ദ മാനുഫാക്ചർ ഓഫ് സിമെന്റ് ആൻഡ് ഇസ് ദ ചീപ്പസ്റ്റ് ഫോം ഓഫ് ആൽക്കലി. അപ്പോൾ എന്താണ് സിമെന്റിന്റെ മാനുഫാക്ചറിൽ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് കാൽഷ്യം ഓക്സൈഡ്. അത് മാത്രമല്ല അത് വൺ ഓഫ് ദി ചീപ്പസ്റ്റ് ആണ്, ഏറ്റവും വില കുറഞ്ഞ് കിട്ടുന്ന ആൽക്കലിയാണ് കാൽഷ്യം ഓക്സൈഡ്. ഓൾസോ ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ദ മാനുഫാക്ചറിങ് ഓഫ് സോഡിയം കാർബണേറ്റിന്റെ മാനുഫാക്ചറിങ്ങിലും കാൽഷ്യം ഓക്സൈഡ് ഉപയോഗിക്കുന്നുണ്ട്. Also, it is used in the purification of sugar and in the manufacturing of dye steps. Sugar, പഞ്ചസാരയുടെ പ്യൂരിഫിക്കേഷൻ ഉപയോഗിക്കും. മാത്രമല്ല ഡൈ പോലെയുള്ള സാധനങ്ങളുടെ മാനുഫാക്ചറിങ്ങിനും കാൽഷ്യം ഓക്സൈഡ് അഥവാ ക്വിക്ലൈം യൂസ് ചെയ്യാറുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ക്വിക്ലൈമിനെ കുറിച്ച് പറയാനുള്ളത്. അടുത്തത് വരുന്നത് സ്ലേക്കഡ് ലൈമാണ്. നമ്മൾ തൊട്ട് മുന്നത്തെ സ്ലൈഡിൽ പറഞ്ഞിരുന്നു. കാൽഷ്യം ഓക്സൈഡ് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ഫോം ചെയ്യും. ഈ ഒരു പ്രോസസ്സിനെയാണ് സ്ലേക്കിംഗ് ഓഫ് ലൈം എന്ന് പറയുക. അതുകൊണ്ടാണ് കാൽഷ്യം ഹൈഡ്രോക്സൈഡിനെ സ്ലേക്കഡ് ലൈം എന്ന് വിളിക്കുന്നത്. ഈ ഒരു സ്ലൈഡിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം ആ ഒരു സ്ലേക്കഡ് ലൈമിനെ കുറിച്ചിട്ടാണ് അടുത്തതായിട്ട് പറയാൻ പോകുന്നത്. അപ്പോൾ അതേ റിയാക്ഷൻ ഇവിടെ വീണ്ടും കൊടുത്തിട്ടുണ്ട്. കാൽഷ്യം ഓക്സൈഡ് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്ത് ഫോം ചെയ്യുന്ന റിയാക്ഷൻ. An aqueous solution of slaked lime is known as lime water and a suspension of slaked lime in water is known as milk of lime. അതായത് അക്വസ് സൊല്യൂഷനുമായിട്ട് കാൽഷ്യം ഹൈഡ്രോക്സൈഡ് മിക്സ് ചെയ്യുന്ന ആ ഒരു സൊല്യൂഷന് ലൈം വാട്ടർ എന്നാണ് ജനറലി വിളിക്കുക. ചില ആൾക്കാർ കൺഫ്യൂസ് ചെയ്യാറുണ്ട്, ലൈം വാട്ടർ എന്ന് പറയുമ്പം നാരങ്ങയുടെ വെള്ളമാണോ, അങ്ങനെയൊക്കെ കൺഫ്യൂഷൻ വരാറുണ്ട്. ശരിക്കും കാൽഷ്യം ഹൈഡ്രോക്സൈഡ് വെള്ളത്തിൽ ഫോം ചെയ്യുന്ന സൊല്യൂഷനാണ് സാധാരണയായിട്ട് ലൈം വാട്ടർ എന്ന് പറയാം. അതുപോലെ അതിന്റെ സസ്പെൻഷൻ ഓഫ് സ്ലേക്കഡ് ലൈം ഇൻ വാട്ടർ ഈസ് കോൾഡ് മിൽക്ക് ഓഫ് ലൈം. സസ്പെൻഷനും അക്വസ് സൊല്യൂഷനും സെയിം അല്ല. സസ്പെൻഷൻ ആണ് മിൽക്ക് ഓഫ് ലൈം എന്ന് പറയുക. ജസ്റ്റ് സൊല്യൂഷൻ മാത്രം ഫോം ചെയ്യുന്നതിനാണ് ലൈം വാട്ടർ എന്ന് പറയുക. അത് രണ്ടും രണ്ട് കാര്യങ്ങളാണ്. ഇനി അടുത്തത് പ്രോപ്പർട്ടീസിലേക്ക് പോകാം. ഈ പ്രോപ്പർട്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ പ്രോപ്പർട്ടി പറയുന്നത് CO2 ഈ ലൈം വാട്ടറിലേക്ക്, കാൽഷ്യം ഹൈഡ്രോക്സൈഡും വാട്ടറും കൂടി ഫോം ചെയ്യുന്ന ഈ ഒരു സൊല്യൂഷനിലേക്ക് CO2 പാസ് ചെയ്ത് കഴിഞ്ഞാൽ അത് മിൽക്കി കളറായിട്ട് മാറും എന്നാണ് പറയുന്നത്. ശരിക്കും അവിടെ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ CO2 ആയിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് കാൽഷ്യം ഹൈഡ്രോക്സൈഡ് കാൽഷ്യം കാർബണേറ്റ് ആയിട്ട് മാറുകയാണ് ചെയ്യുക. കാൽഷ്യം കാർബണേറ്റ് എന്താണ്, വൈറ്റ് കളറിലാണ് ഉണ്ടാവുക. അതുകൊണ്ടാണ് കാർബൺ ഡൈ ഓക്സൈഡ് പാസ് ചെയ്യുന്ന സമയത്ത് മിൽക്കി ആയിട്ടുള്ള കളറ് കിട്ടുന്നത്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് CO2 പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ മിൽക്കി കളർ വീണ്ടും ട്രാൻസ്പെറൻ്റ് ആയിട്ട് മാറുന്നത് കാണാൻ പറ്റും. അതിൻ്റെ ഒരു റീസൺ എന്താണെന്ന് വെച്ചാൽ അവിടെ കാൽഷ്യം ബൈകാർബണേറ്റ് ഫോം ചെയ്യുകയാണ്. കൂടുതലായിട്ട് എക്സസ് ആയിട്ട് CO2 ആയിട്ട് ഈ കാൽഷ്യം കാർബണേറ്റ് റിയാക്ട് ചെയ്യുന്ന സമയത്ത് അവിടെ കാൽഷ്യം ബൈകാർബണേറ്റ് ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഈ റിയാക്ഷൻ വരുന്നത്. പിന്നൊരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് വെൻ ഡ്രൈ ക്ലോറിൻ ഗ്യാസസ് പാസ് ടു ഡ്രൈ സ്ലേക്കഡ് ലൈം ബ്ലീച്ചിങ് പൗഡർ ഈസ് ഒബ്റ്റെയിൻഡ്. അതായത് കാൽഷ്യം ഹൈഡ്രോക്സൈഡും ക്ലോറിനുമായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് ബ്ലീച്ചിങ് പൗഡർ ഉണ്ടാവുന്നതാണ് പറയുക. കാൽഷ്യം ഓക്സിക്ലോറൈഡ് ആണ് ബ്ലീച്ചിങ് പൗഡർ. ഇത് ഫോം ചെയ്യണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? കാൽഷ്യം ഹൈഡ്രോക്സൈഡും ക്ലോറിനും മിക്സ് ചെയ്യുന്ന സമയത്താണ്, റിയാക്ട് ചെയ്യുന്ന സമയത്താണ് ബ്ലീച്ചിങ് പൗഡർ ഫോം ചെയ്യുന്നത്. അപ്പം കാൽഷ്യം ഹൈഡ്രോക്സൈഡിന്റെ മറ്റു ഉപയോഗങ്ങൾ പ്രിപ്പറേഷൻ ഓഫ് മോർട്ടാർ എന്ന് പറയുന്ന ഒരു ബിൽഡിംഗ് മെറ്റീരിയൽ ആണ്. ഈ ഒരു മെറ്റീരിയലിന്റെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് കാൽഷ്യം ഹൈഡ്രോക്സൈഡ് യൂസ് ചെയ്യാറുണ്ട്.
അതുപോലെ യൂസ്ഡ് ഇൻ വൈറ്റ് വാഷിങ്ങിന് വേണ്ടിയിട്ടും കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ഉപയോഗിക്കാറുണ്ട്. പിന്നെ ഗ്ലാസ് മേക്കിംഗ്, ടാനിങ്, ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് ബ്ലീച്ചിങ് പൗഡറിന്റെ റിയാക്ഷൻ ആണല്ലോ ഇവിടെ കണ്ടത്. പിന്നെ പ്യൂരിഫിക്കേഷൻ ഓഫ് ഷുഗർ, ഇത്രയും കാര്യങ്ങളിൽ കാൽഷ്യം ഹൈഡ്രോക്സൈഡ് യൂസ് ചെയ്യാറുണ്ട്. അടുത്തത് പറയാനുള്ളത് കാൽഷ്യം കാർബണേറ്റ് ആണ്. നമ്മളിപ്പോൾ ഏതൊക്കെ കാര്യങ്ങൾ പറഞ്ഞു? കാൽഷ്യം ഹൈഡ്രോക്സൈഡ് പറഞ്ഞു, കാൽഷ്യം ഓക്സൈഡ് പറഞ്ഞു. അടുത്തായിട്ട് വരുന്നത് കാൽഷ്യം കാർബണേറ്റ് ആണ്. കാൽഷ്യം കാർബണേറ്റിന് ജനറലി ആയിട്ട് ലൈം സ്റ്റോൺ എന്നാണ് വിളിക്കുക. സാധാരണ നാച്ചുറൽ ഫോമിൽ കാണാറുണ്ട്. നമ്മൾ ഈ മാർബിളൊക്കെ ഉണ്ടല്ലേ, മാർബിള്, ചോക്ക്, ഇതിലൊക്കെയാണ് ജനറലി കാൽഷ്യം കാർബണേറ്റ് കാണപ്പെടാറുള്ളത്. അതിന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് കാൽഷ്യം ഓക്സൈഡിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് പാസ് ചെയ്ത് കഴിഞ്ഞാൽ കാൽഷ്യം കാർബണേറ്റ് കിട്ടും. അതിൻ്റെ റിയാക്ഷൻ നേരത്തെ സ്ലൈഡിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. എന്താണ് കാൽഷ്യം ഹൈഡ്രോക്സൈഡിലേക്ക് CO2 പാസ് ചെയ്യുന്ന സമയത്ത് ഒരു മിൽക്കി വൈറ്റ് ആയിട്ട് കാൽഷ്യം കാർബണേറ്റ് ഫോം ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. മറ്റൊരു റിയാക്ഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ കാൽഷ്യം ക്ലോറൈഡും സോഡിയം കാർബണേറ്റും കമ്പൈൻ ചെയ്യുന്ന സമയത്ത്, റിയാക്ട് ചെയ്യുന്ന സമയത്തും കാൽഷ്യം കാർബണേറ്റ് ഫോം ചെയ്യുന്നുണ്ട്. അപ്പം നേരത്തെ സ്ലൈഡ്സിൽ ഓൾറെഡി പറഞ്ഞതാണ്, ഈ റിയാക്ഷനിൽ എക്സസ് ആയിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് പാസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കാൽഷ്യം ബൈകാർബണേറ്റ് ആണ് ഫോം ചെയ്യാന്നുള്ളത്. പ്രോപ്പർട്ടീസ് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ്സ് വൈറ്റ് ഫ്ലഫി പൗഡർ, വൈറ്റ് കളറിലെ പൗഡറാണ് ഫോം ചെയ്യുക. ആൻഡ് ഇറ്റ്സ് ഇൻസോല്യൂബിൾ ഇൻ വാട്ടർ. പിന്നെ എന്താണ്, കാൽഷ്യം കാർബണേറ്റ് ഹീറ്റ് ചെയ്യുന്ന സമയത്ത് വീണ്ടും കാൽഷ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡും കിട്ടുകയാണ് ചെയ്യുക. പിന്നെ വളരെ ഡയല്യൂട്ട് ആയിട്ടുള്ള ആസിഡ് HCl, H2SO4 പോലെ H2SO4ൻ്റെ ഒക്കെ വളരെ ഡയല്യൂട്ട് ആയിട്ടുള്ള ആസിഡുമായിട്ട് കാൽഷ്യം കാർബണേറ്റ് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് റിയാക്ഷൻ ഫോം ചെയ്യുക. അതിൻ്റെ റെസ്പെക്റ്റീവ് ആയിട്ടുള്ള കാൽഷ്യം ക്ലോറൈഡും കാൽഷ്യം സൾഫേറ്റും ആണ് ഫോം ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡും ലിബറേറ്റ് ചെയ്യും. നമുക്ക് കാൽഷ്യം കാർബണേറ്റിന്റെ യൂസസ് എന്തൊക്കെയാണെന്ന് നോക്കാം. യൂസ് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. ബിൽഡിംഗ് മെറ്റീരിയൽ, മാർബിളൊക്കെ ബിൽഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യും. മാത്രമല്ല ഈ നിങ്ങൾ കേട്ടിട്ടുണ്ട് വോൾ കെയർ പുട്ടി എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അങ്ങനെ പുട്ടിയിലും ഒക്കെ കാൽഷ്യം കാർബണേറ്റ് യൂസ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നത്. അതുപോലെ ക്വിക്ക് ലൈമിന്റെ മാനുഫാക്ചറിങ്ങിനും അതിന്റെ റിയാക്ഷൻ നമ്മളിവിടെ കണ്ടു. ക്വിക്ക് ലൈമിന്റെ മാനുഫാക്ചറിങ്ങിന് വേണ്ടിയിട്ടും കാൽഷ്യം കാർബണേറ്റ് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ കാൽഷ്യം കാർബണേറ്റും മെഗ്നീഷ്യം കാർബണേറ്റും മിക്സ് ചെയ്തിട്ട് ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ ഫ്ലക്സ് ഇൻ ദ എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽസ്. ഫ്ലക്സ് എന്ന് പറയുന്നത് ഈ മെറ്റലർജിയിലൊക്കെ മെറ്റലിന്റെ പ്യൂരിഫിക്കേഷനും അതിൻ്റെ എക്സ്ട്രാക്ഷനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഫ്ലെക്സ്. അപ്പം കാൽഷ്യം കാർബണേറ്റിന്റെ മാഗ്നീഷ്യം കാർബണേറ്റിന്റെ മിക്സ് ഇതുപോലെയുള്ള മെറ്റൽ എക്സ്ട്രാക്ഷൻസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. പിന്നെ സ്പെഷ്യലി precipitate calcium carbonate is extensively used in the manufacturing of high quality paper. അപ്പോൾ വളരെ സ്പെഷ്യൽ ആയിട്ട് വളരെ പ്യൂരിഫൈഡ് ആയിട്ടുള്ള കാൽഷ്യം കാർബണേറ്റ് ഇതുപോലെയുള്ള നല്ല ക്വാളിറ്റിയുള്ള പേപ്പേഴ്സിൻ്റെ മാനുഫാക്ചറിങ്ങിനും വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ കാൽഷ്യം കാർബണേറ്റ് എൻഡാസിഡ്സ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്, ടൂത്ത് പേസ്റ്റിൽ ഉപയോഗിക്കുന്നുണ്ട്, ച്യൂയിങ് ഗം, ഫില്ലേഴ്സിലൊക്കെ, കോസ്മെറ്റിക്സിലൊക്കെ ഫില്ലേഴ്സ് ആയിട്ടൊക്കെ ഉപയോഗിക്കുന്നുണ്ട് കാൽഷ്യം കാർബണേറ്റ്. അത്രയാണ് കാൽഷ്യം കാർബണേറ്റിനെ പറ്റി പറയാനുള്ളത്. ഇനി വരുന്നത് കാൽഷ്യം സൾഫേറ്റ് ആണ്. കാൽഷ്യം സൾഫേറ്റ് ഹെമി ഹൈഡ്രേറ്റ് എന്ന് പറയാൻ കാരണം ഇവിടെ ഹാഫ് H2O കൂടെ ആയിട്ടാണ് കാൽഷ്യം സൾഫേറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതിന് കാൽഷ്യം സൾഫേറ്റ് ഹെമി ഹൈഡ്രേറ്റ് എന്ന് പറയുന്നത്. അതിന്റെ കോമൺ നെയിം എന്ന് പറയുന്നത് പ്ലാസ്റ്റർ ഓഫ് പാരീസ് ആണ്. പ്ലാസ്റ്റർ ഓഫ് പാരീസ് നിങ്ങൾ കേട്ടിട്ടുണ്ട്. പല പ്രതിമയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഉപയോഗിക്കുന്നത്. അപ്പം ജിപ്സം എന്ന് പറയുന്ന ഒരു സംഗതി, കാൽഷ്യം ഡെക്കാഹൈഡ്രേറ്റ് അല്ല, ഡൈഹൈഡ്രേറ്റ് ആണ് ജിപ്സം എന്ന് പറയുന്നത്. അതിന് ഹീറ്റ് ചെയ്യുന്ന സമയത്ത് 393 കെൽവിനിൽ ഹീറ്റ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് ഈ പ്ലാസ്റ്റർ ഓഫ് പാരീസ് എന്ന് പറയുന്ന സംഗതി കിട്ടുന്നത്. അപ്പം ഈ 393 ഹീറ്റ് ചെയ്യുമ്പം പ്ലാസ്റ്റർ ഓഫ് പാരീസ് കിട്ടി. അപ്പോൾ 393 കൂടുതൽ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഹെമി ഹൈഡ്രേറ്റ് ഇവിടുന്ന് നഷ്ടപ്പെട്ടു പോയിട്ട് അത് വെറും കാൽഷ്യം സൾഫേറ്റ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഈ ഒരു എൻഹൈഡ്രസ് ഫോമിൽ, വാട്ടർ ഇല്ലാതെ എൻഹൈഡ്രസ് ഫോമിൽ കാൽഷ്യം സൾഫേറ്റ് ഫോം ചെയ്യുന്നതിനാണ് ഡെഡ് ബേൺ പ്ലാസ്റ്റർ എന്ന് പറയുന്നത്. അപ്പം ഈ പ്ലാസ്റ്റർ ഓഫ് പാരീസിന്റെ ഒരു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളമായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് ക്ലേ പോലെ വർക്ക് ചെയ്യും. വെള്ളമായിട്ട് മിക്സ് ചെയ്ത് സെറ്റിംഗ് വിത്ത് വാട്ടർ എന്നാണ് പറയുന്നത്.
ഇൻ ദ സെൻസ് വെള്ളമായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ മോൾഡ് ചെയ്തെടുക്കാനും ഒക്കെ വളരെ എളുപ്പമാണ്. മാത്രമല്ല ഡ്രൈ ആയി കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് പിന്നെ ഡ്രൈ ആയി കഴിഞ്ഞാൽ അതുപോലെ നിൽക്കും. അതിനെ പിന്നെ നമുക്ക് വീണ്ടും മോൾഡ് ചെയ്ത് പഴയ പോലെ ആക്കാനൊന്നും പറ്റില്ല. അതുകൊണ്ടാണ് സെറ്റിംഗ് വിത്ത് വാട്ടർ എന്ന് പറയുന്നത്. On mixing with an adequate quantity of water, it forms a plastic mass that gets into a hard solid in 5 to 15 minutes. ആണെന്ന് പറഞ്ഞത് വെള്ളമായിട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ മിക്സ് ചെയ്തിട്ട് അത് ഉണങ്ങിക്കഴിഞ്ഞാൽ ഒരു ഹാർഡായിട്ടുള്ളൊരു സോളിഡ് ആയിട്ട് മാറുകയാണ് ചെയ്യുക. പിന്നെ അതിനെ വീണ്ടും പഴയ പോലെ ആക്കിയെടുക്കാൻ പറ്റില്ല. പിന്നെ യൂസസ് ഞാൻ ഓൾറെഡി പറഞ്ഞു, ബിൽഡിങ്ങിനൊക്കെയാണ് ഉപയോഗിക്കുക. ബിൽഡിങ്ങും പിന്നെ പലതരത്തിലുള്ള ക്രാഫ്റ്റ്സ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി, പ്രതിമകളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് സാധാരണയായിട്ട് പ്ലാസ്റ്റർ ഓഫ് പാരീസ് യൂസ് ചെയ്യുക. ഇറ്റ് ഈസ് ഓൾസോ യൂസ്ഡ് ഫോർ ഇമ്മൊബിലൈസിങ് അഫക്റ്റഡ് പാർട്ട് ഓഫ് ഓർഗൻ വേർ ദർ ഈസ് എ ബോൺ ഫ്രാക്ചർ. അപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ ഫ്രാക്ചറൊക്കെ ചെയ്ത ആൾക്കാരുടെ ബാൻഡേജ് ഇടുമ്പോഴും അതിൽ ഈ പ്ലാസ്റ്റർ ഓഫ് പാരീസ് യൂസ് ചെയ്യാറുണ്ട്. മാത്രമല്ല ഇങ്ങനെയുള്ള ഓർണമെന്റൽ വർക്ക്സിനും വേണ്ടിയിട്ട് പ്ലാസ്റ്റർ ഓഫ് പാരീസ് യൂസ് ചെയ്യാറുണ്ട്. ഞാൻ പറഞ്ഞു പ്രതിമയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്ലാസ്റ്റർ ഓഫ് പാരീസ് യൂസ് ചെയ്യാറുണ്ട്. അടുത്തത് പറയാനുള്ളത് സിമെന്റിനെ പറ്റിയിട്ടാണ്. സിമെന്റ് നമുക്കറിയാം, നമുക്ക് ഈ ബിൽഡിങ്സിലൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഗതിയാണ് സിമെന്റ്. സിമെന്റ് ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഇംഗ്ലണ്ടിലൊരു ജോസഫ് ആസ്പിരിൻ എന്ന് പറഞ്ഞൊരു ആളാണ് ആദ്യമായിട്ട് സിമെന്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. സിമെന്റിനെ ജനറലി പോർട്ട്ലാൻഡ് സിമെന്റ് എന്നും വിളിക്കപ്പെടാറുണ്ട്. അതിൻ്റെ ഒരു കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു ക്വാറി ചെയ്യുന്ന ഒരു സ്ഥലത്ത്, ലൈംസ്റ്റോൺ ക്വാറി ചെയ്യുന്ന ഒരു സ്ഥലത്ത് ഇതുപോലെ ഈ സിമെന്റ് പോലെ തന്നെ വെള്ളമായിട്ട് മിക്സ് ചെയ്ത് ഇതുപോലെ ബിൽഡിങ്സിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സ്പെഷ്യൽ ടൈപ്പിലുള്ള ഒരു സബ്സ്റ്റൻസ് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും സിമെന്റും ഒരുപോലെയാണ്. സിമെന്റ് നാച്ചുറൽ അല്ല, സിമെന്റ് ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കുന്നതാണ്. പക്ഷെ ഇങ്ങനെ ഈ ലൈംസ്റ്റോൺ ക്വാറി ചെയ്യുന്ന സമയത്ത് കിട്ടിയ ആ ഒരു മെറ്റീരിയലിന്റെ അതേപോലെയാണ്, ഈ പോർട്ട്ലാൻഡിലാണ് ഈ മൈൻ വരുന്നത്. അപ്പം അവിടുന്ന് കിട്ടിയ അതേ മെറ്റീരിയലിന്റെ ഒരു പ്രോപ്പർട്ടിയാണ് സിമെന്റും കാണിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് സിമെന്റിനെ പോർട്ട്ലാൻഡ് സിമെന്റ് എന്നും കൂടി വിളിക്കുന്നത്. അപ്പം സിമെന്റ് പലതരത്തിലുള്ള സാധനങ്ങൾ മിക്സ് ചെയ്തിട്ടാണ് സിമെന്റ് ഉണ്ടാക്കുന്നത്. അതിൽ മെയിൻ ആയിട്ടുള്ള ഒന്നാണ് കാൽഷ്യം ഓക്സൈഡ്, പിന്നെ സിലിക്കൺ ഡയോക്സൈഡ്, പിന്നെ അലുമിനിയം, അയൺ, മഗ്നീഷ്യത്തിന്റെ ഒക്കെ ഓക്സൈഡ്സ് മിക്സ് ചെയ്തിട്ടാണ് സിമെന്റ് ഉണ്ടാക്കുന്നത്. മാത്രമല്ല ക്ലേയും ലൈംസ്റ്റോണും ആണ് സിമെന്റിൽ മെയിൻ ആയിട്ടുള്ള എലമെന്റ്സ് വരുന്നത്. സിലിക്കൊക്കെ ക്ലേ തന്നെയാണ് ഉണ്ടാവുക. ഇങ്ങനെ ക്ലേയും ലൈംസ്റ്റോണും ആണ് സിമെന്റിൽ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. ഈ രണ്ട് ഇൻഗ്രീഡിയൻസിനെയും ഹീറ്റ് ചെയ്തിട്ട് ഒരു പ്രത്യേക ഒരു സംഗതി ഉണ്ടാക്കിയെടുക്കും. അതിനെയാണ് നമ്മൾ സിമെന്റ് ക്ലിങ്കർ എന്ന് പറയുന്നത്. എന്താണ്? ക്ലേയും ലൈംസ്റ്റോണും മിക്സ് ചെയ്തിട്ട് ഹീറ്റ് ചെയ്തിട്ട് ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ഫോമിലേക്ക് മാറ്റും. അതിനെയാണ് നമ്മൾ സിമെന്റ് ക്ലിങ്കർ എന്ന് പറയുന്നത്. ഈ ക്ലിങ്കർ വീണ്ടും 2 to 3% ജിപ്സം ആയിട്ട് മിക്സ് ചെയ്യും. ജിപ്സം എന്താണ് നമ്മൾ നേരത്തെ സ്ലൈഡിൽ കണ്ടിരുന്നു. കാൽഷ്യം പൈഹൈഡ്രേറ്റിനെയാണ് ജിപ്സം എന്ന് പറയുന്നത്. ഈ ജിപ്സം ഈ സിമെന്റ് ക്ലിങ്കറുമായിട്ട് കമ്പൈൻ ചെയ്തിട്ടാണ് പിന്നീട് സിമെന്റ് ഫോം ചെയ്യുന്നത്. ശരിക്കും സിമെന്റ് ഫോർമേഷൻ എന്ന് പറയുന്നത് വലിയൊരു പ്രോസസ്സാണ്. ഒരുപാട് കാര്യങ്ങൾ ആഡ് ചെയ്തിട്ട് പലതരത്തിലാണ് സിമെന്റ് ഉണ്ടാക്കിയെടുക്കുന്നത്. പക്ഷെ ഇവിടെ നമുക്ക് ലൈറ്റ് ആയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മതി. സിമെന്റിൽ എന്തൊക്കെയാണുള്ളത്? പലതരത്തിലുള്ള കാൽഷ്യത്തിന്റെയും സിലിക്കണിന്റെയും ഒക്കെ ഓക്സൈഡ് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെയിൻ 2 എലമെന്റ്സ് ക്ലേയും ലൈംസ്റ്റോണും ഒരുമിച്ച് മിക്സ് ചെയ്ത് ഹീറ്റ് ചെയ്ത് സിമെന്റ് ക്ലിങ്കർ എന്ന് പറയുന്ന ഒരു സബ്സ്റ്റൻസ് ആക്കി മാറ്റും. ഈ ക്ലിങ്കറിലേക്ക് 2 to 3% ജിപ്സം ആഡ് ചെയ്തിട്ടാണ് പിന്നീട് സിമെന്റിന്റെ ഫൈനൽ ഫോമിലേക്ക് വരുന്നത്. ഇത്രയും കാര്യങ്ങളാണ് സിമെന്റിന്റെ മാനുഫാക്ചറിങ്ങിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കാനുള്ളത്. ഈ ജിപ്സം എന്തിനാ ആഡ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് ടു സ്ലോ ഡൗൺ ദ പ്രോസസ് ഓഫ് സെറ്റിംഗ് ഓഫ് ദ സിമെന്റ് ദാറ്റ് ഇറ്റ് ഗെറ്റ്സ് സഫിഷ്യൻ്റ്ലി ഹാർഡൻ. അപ്പം പെട്ടെന്ന് നമുക്കറിയാം, സിമെന്റ് കുഴച്ചിട്ടാണ് ബോളിന്റെ മേലെ അപ്ലൈ ചെയ്യുന്നത്. ഇത് പെട്ടെന്ന് ഡ്രൈ ആയി കഴിഞ്ഞാൽ നമുക്ക് കുഴച്ച് അപ്ലൈ ചെയ്യുമ്പോഴേക്കും ഇത് ഡ്രൈ ആയി കഴിഞ്ഞാൽ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പം ഈ വെള്ളം ചേർത്തിട്ട് പിന്നെ അതിന്റെ സെറ്റിംഗ് പ്രോസസ്സ് സ്ലോ ആക്കാൻ വേണ്ടിയിട്ട്, അത് കട്ട പിടിക്കുന്ന പ്രോസസ്സ് സ്ലോ ആക്കാൻ വേണ്ടിയിട്ടാണ് അതിന്റെ കൂടെ ജിപ്സം ആഡ് ചെയ്യുന്നത്. മാത്രമല്ല സിമെന്റ് വെള്ളത്തിന്റെ കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമുക്ക്
എന്താണ് നമ്മൾ വോളിൽ അപ്ലൈ ചെയ്യുന്നത്. അപ്പം നമുക്ക് ഓൾറെഡി അറിയുന്ന കാര്യമാണ് എങ്ങനെയാണ് സിമെന്റ് അപ്ലൈ ചെയ്യുക. സിമെന്റിൽ പൂഴിയൊക്കെ മിക്സ് ചെയ്ത് വെള്ളമൊക്കെ ഒഴിച്ച് അത് ഇങ്ങനെ ഒരു കുഴഞ്ഞ പരുവാക്കിയിട്ട് ആണ് നമ്മൾ സാധാരണ ചുമരിലൊക്കെ എന്താണ് അപ്ലൈ ചെയ്യുന്നത്. അപ്ലൈ ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ എന്താണ് അത് സെറ്റ് ആവും, അത് ഹാർഡായിട്ട് മാറും. അതിനെ പിന്നെ വെള്ളം ഒഴിച്ച് വീണ്ടും പഴയ പോലെ ആക്കി എടുക്കാനൊന്നും പറ്റില്ല. വൺസ് അത് ഹാർഡായി കഴിഞ്ഞാൽ അത് ഇറിവേഴ്സിബിൾ ആണ്, അത് അതുപോലെ തന്നെ നിൽക്കും. അതിനെ വീണ്ടും നമുക്ക് പൊടിക്കാനോ അല്ലെങ്കിൽ അത് വീണ്ടും വെള്ളം കൊണ്ടു കഴിഞ്ഞാൽ അത് വീണ്ടും ഒലിച്ച് താഴേക്ക് പോകാനും സാധ്യതയില്ല. അതുകൊണ്ടാണ് നമ്മളത് ബിൽഡിങ്ങിൽ ഉപയോഗിക്കുന്നത്. ബിൽഡിംഗ് എന്താണ്, ബിൽഡിങ്ങിന്റെ മേലെ വെയിലൊക്കെ ഉണ്ടാവും, വെയിലേൽക്കും, പിന്നെന്താണ് വെള്ളമൊക്കെ വീഴും. അപ്പം സിമെന്റ് ഡ്രൈ ആയി കഴിഞ്ഞ് വീണ്ടും അതിന്റെ മേലെ വെള്ളം വീഴുമ്പം അത് വീണ്ടും ഒലിച്ച് പഴയ പോലെ ആയിക്കഴിഞ്ഞാൽ നമുക്കത് ബിൽഡിങ്സിന് ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ വൺസ് വെള്ളമായിട്ട് മിക്സ് ചെയ്ത് അത് ഡ്രൈ ആയി കഴിഞ്ഞാൽ പിന്നീട് അതിനെ വീണ്ടും പഴയ പോലെ പൊടിയായിട്ടോ അല്ലെങ്കിൽ സ്ലറി ആയിട്ടോ നമുക്ക് തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പം ഈ ഒരു പ്രോസസ്സിൽ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ദ ഹൈഡ്രേഷൻ ഓഫ് സിലിക്കേറ്റ്സ് ആൻഡ് അലുമിനേറ്റ്സ് ഒക്കേഴ്സ് ആൻഡ് എ ലാർജ് എമൗണ്ട് ഓഫ് ഹീറ്റ് ഈസ് ഇവോൾവ്. അപ്പം സിമെന്റ് വാട്ടറുമായിട്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് സിലിക്കേറ്റ്സിന്റെയും അലുമിനേറ്റ്സിന്റെയും ഹൈഡ്രേഷൻ ആണ് നടക്കുന്നത്. ഹൈഡ്രേഷൻ നടക്കുന്ന ഈ ഒരു പ്രോസസ്സ് ഭയങ്കരമായിട്ട് ഹീറ്റ് ഇവോൾവ് ചെയ്യുമെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഈ സിമെന്റ് ഇട്ട് കഴിഞ്ഞിട്ട് ഈ വാർപ്പൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ മേലെ നമ്മൾ വെള്ളം ഒഴിക്കും, ഒരുപാട് വെള്ളം ഒഴിക്കും ഇടയ്ക്കിടെ. അതിന്റെ ഒരു റീസൺ പറയുന്നത് ഇതാണ്. അപ്പം ഈ വെള്ളമായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ സിലിക്കേറ്റ്സിന്റെയും അലുമിനേറ്റ്സിന്റെയും ഹൈഡ്രേഷൻ ഫോം ചെയ്യുന്ന സമയത്ത് അവിടെ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാണ് ചെയ്യുക. അപ്പം ഹീറ്റിനെ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെള്ളം ഒഴിക്കുന്നത്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചില്ലെങ്കിൽ ക്രാക്സ് വീഴാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ഭയങ്കര അപകടമാണല്ലോ. ക്രാക്സ് വാർപ്പൊക്കെ വെച്ച് കഴിഞ്ഞാൽ ക്രാക്സ് വീണ് കഴിഞ്ഞാൽ അത് ഭയങ്കര അപകടമാണ്. അതുകൊണ്ടാണ് നമ്മൾ സിമെന്റ് അല്ലെങ്കിൽ വാർപ്പോ അതൊക്കെ കഴിഞ്ഞാൽ ഒരുപാട് വെള്ളം ഒഴിക്കണം, ഓരോ സമയത്തായിട്ട് ഉണങ്ങുന്നതിനനുസരിച്ച് വെള്ളം ഒഴിക്കണം എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിന്റെ ഫോക്കസ് പോയിന്റിൽ പറയാനുള്ളത്. ശരിക്കും എസ് ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ വളരെ വൈഡാണ്, ഒരുപാട് കാര്യങ്ങൾ അതിൽ പറയാനുണ്ട്. ജസ്റ്റ് പറഞ്ഞു പോകാനുള്ള കാര്യങ്ങളേ ഉള്ളൂ. മറിച്ച് തെർമോഡൈനാമിക്സോ അല്ലെങ്കിൽ മറ്റ് ചാപ്റ്റേഴ്സ് ഒക്കെ പോലെ ഇക്വേഷൻസോ ഒന്നും അതിൽ വരുന്നില്ല. ജസ്റ്റ് പറഞ്ഞു പോകാനുള്ള കാര്യങ്ങളാണ്. അപ്പം ഈ സ്ലൈഡ്സ് ഒക്കെ ഒന്ന് വായിച്ചു നോക്കുക, നന്നായിട്ട് പഠിക്കുക. അപ്പോൾ ഇത്രയാണ് കാര്യങ്ങൾ പറയാനുള്ളത്. ഫോക്കസ് ഏരിയ മാത്രമാണ് ഇതിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. മറ്റ് ടെക്സ്റ്റിലുള്ള ഒരുപാട് കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. കുറച്ച് കാര്യങ്ങൾ ഈ സ്ലൈഡ്സിലുള്ളൂ. അപ്പോൾ ഒന്ന് വായിച്ചു നോക്കുക. ശരി, താങ്ക് യു.